ഇത് തീൻമേശയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഫ്രൈ. ഇത് ഈ മേശയിൽ എത്തുന്നതിന് മുമ്പുള്ള പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് കൃഷിദർശൻ ടീം യാത്രയായി. ദേശീയപാതയിൽ തൃശ്ശൂർ നിന്നും കിഴക്ക് മാറി ഒരു ഗ്രാമീണ പാതയിലൂടെ പൂളാക്കൽ എന്ന ഗ്രാമത്തിലെ സന്തോഷിൻ്റെ പിഗ് ഫാമിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഈ കൊടിയ വേനലിലും നിറഞ്ഞൊഴുകുന്ന കനാലിൻ്റെ സമീപം കാനന തുല്യമായ ഒരു പ്രദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ സന്തോഷം കുടുംബവും ഞങ്ങളെ സ്വീകരിക്കാനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ജൈവമാലിന്യ നിർമ്മാർജ്ജനത്തിന് ജൈവമാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ മാലിന്യ നിർമ്മാർജ്ജകരായ പന്നികളെ കൂട്ടുപിടിച്ച് തൃശ്ശൂരിൽ ശ്രീമതി ജിഷയും സന്തോഷും നടത്തുന്ന ഒരു ഫാമാണ് ഇന്ന് കൃഷിദർശൻ പരിചയപ്പെടുത്തുന്നത്. പീച്ചി ഡാമിൻ്റെ കനാലുകൾ ഒഴുകുന്ന ജലസമൃദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ കിഴക്ക് മാറി പൂളാക്കലുള്ള വനസദൃശ്യമായ ഒരു മേഖലയിൽ ജിഷയും സന്തോഷം നടത്തുന്ന സൂകരവൃന്ദത്തിൻ്റെ ഒരു ഫാം ഇന്ന് കൃഷിദർശനിൽ പരിചയപ്പെടാം. പന്നി ഫാമിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, വ്യാപാരങ്ങൾ, പരിപാലനങ്ങൾ ഇവയെല്ലാം ഇന്ന് കൃഷിദർശനിൽ കാണാം. വരൂ, സന്തോഷും ജിഷയും നടത്തുന്ന ഫാമിലേക്ക് പോകാം. സന്തോഷിനെ പോലൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു പന്നി വളർത്തൽ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണത്തെക്കുറിച്ച്. ഞാൻ ആദ്യം വൈരക്കൽ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അന്ന് ബോംബെയിലായിരുന്നു ഒരു 5-6 വർഷം. അവിടെ നിന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെ ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്. അങ്ങനെ ആ ഡോക്ടർമാരായിട്ടുള്ള ബന്ധമാണ് ഈ ഒരു പന്നി ഫാം തുടങ്ങാനുള്ള പ്രചോദനം. പിന്നെ അവിടുത്തെ പന്നി ഫാം കണ്ടിട്ടും പിന്നെ ഞാനും എൻ്റെ ഒരു ചേട്ടനും കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ചേട്ടനാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ചെയ്തതും ചേട്ടനാണ്. ഇവിടെ നിങ്ങളിപ്പോൾ പൊതുവേ ഒരു സാമൂഹ്യ പ്രശ്നമൊന്നും ആവാത്ത രീതിയിൽ ഒരു ഫാം സജ്ജീകരിക്കുന്ന ഒരു ചുമതല നിങ്ങൾക്കുണ്ടായിരുന്ന സമയത്ത് ഇതിനൊരു സ്ഥലം തിരഞ്ഞെടുത്തത് എങ്ങനെ? സ്ഥലം തിരഞ്ഞെടുത്തത് ഈ സ്ഥലം ഉള്ളത് കൊണ്ടാണ്. അന്ന് ഈ സ്ഥലം ഇത്രയ്ക്കും ഇതിനേക്കാളും ബുദ്ധിമുട്ടിൽ കിടന്നുടന്നതാണ്. അവിടെ താമസമോ ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെയാണ് ഈ സ്ഥലം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുനിഞ്ഞതും സ്ഥലത്തിന്. ഇതുമായിട്ട് പന്നിയൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യം ചെയ്തത്? അങ്ങനെ ഒരു മുന്നൊരുക്കം പോലെ തോന്നിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റിങ് കൊണ്ടാണ് ഇത് ചെയ്തത്. ഇതൊരു ബിസിനസ് ആക്കണം, ഇതൊരു തൊഴിലാക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പശുക്കളുടെ കൂടെ ഇത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണിത് തുടങ്ങിയത് ഞങ്ങൾ. പിന്നെ ഇത് ഇത്രയും വലിയൊരു വ്യവസായമായി വളർന്നത് ഇതിൻ്റെ ലാഭം കൊണ്ടാണ്, ലാഭത്തിൽ കിട്ടിയ ഒരു അഭിനിവേശം കൊണ്ടാണ്? അത് അങ്ങനെയാണെന്ന് പറയാം. അത് പിന്നെ ഇത് രണ്ടാമത് ഇതൊരു തൊഴിലായി മാറി. ആദ്യം തൊഴിലല്ലാതെ തുടങ്ങി, പിന്നെ ഇത് തൊഴിലിലേക്ക് മാത്രമായി മാറി. ഈ പന്നി വളർത്തലിൽ ഒരു യഥാർത്ഥ ലാഭം എന്താ? ഇതിൻ്റെ കുട്ടികളാണോ അതേ ഇതിൻ്റെ മാംസം വിൽപ്പനയാണോ? പന്നി വളർത്തൽ എങ്ങനെയായാലും ലാഭമാണ്. കുഞ്ഞുങ്ങൾ ഉള്ളവർക്കും ലാഭമാണ്, കുഞ്ഞുങ്ങളെ വാങ്ങി വിൽക്കുന്നവർക്കും അത് ലാഭകരമാണ്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ആദ്യം ഈ പന്നിയൊക്കെ ശേഖരിച്ച് വളർത്താനുള്ള പന്നികളെ ശേഖരിച്ച് എവിടെ നിന്നാണ്, അതിനെന്ത് വിലയായിരുന്നു നൽകിയത്? അന്ന് ശേഖരിക്കുമ്പോൾ 700 രൂപയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങിയത്. 30 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തുടങ്ങിയത്. പിന്നെ അതിൽ ഞങ്ങൾ ഇത്ര ഇതിലേക്ക് എത്തിയത്. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ പിന്നിലുണ്ടതിന്. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട പന്നികളാണ് ഇവിടെ ഉള്ളൂ? അന്ന് ലാർജ് വെയിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഡ്യൂറോക്കും ലാൻഡ് റൈസറും ഇവിടെ വന്നത്. അത് പുത്തൂർ ഫാമിൽ നിന്നാണ്. പുത്തൂർ ഫാം തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഡ്യൂറോക്ക് വന്നത്. അതിന് മുമ്പാട് ഡ്യൂറോക്ക് ഉണ്ടായിരുന്നില്ല. ലാർജ് വെയിറ്റ് മാത്രമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഷെഡൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് അടിഭാഗത്ത് കരിങ്കൽ തറ, അതോടൊപ്പം തന്നെ ഹോളോ ബ്രിക്കിൻ്റെ ഭിത്തികളുണ്ട്, അതോടൊപ്പം ചൂട് കുറയ്ക്കാനായിട്ട് ഓല. അപ്പോൾ ഇത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇല്ല, ഇത് ചിലവ് കുറഞ്ഞ രീതി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഓലയാണ് ഏറ്റവും നല്ലത്. ചൂടിന് ഉള്ളത് ഓലയാണല്ലോ. ഷീറ്റാണെങ്കിൽ ചൂട് കൂടും. പന്നികൾക്ക് എപ്പോഴും ചൂട് കുറവാണല്ലോ വേണ്ടത്, അതുകൊണ്ടാണ് ഓലയായത്. മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ ഈ പന്നികളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനം അതിൻ്റെ ഒരു കുട്ടികളാണ് എന്ന് സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഡിംഗ് തന്ത്രം ഇത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു നല്ലൊരു പിതൃശേഖരത്തെ കണ്ടെത്തി എത്ര പന്നികളെ വീതം ഇട്ടിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത്? അത് 10 പന്നി വീതം ഓരോ ഷെഡുകളിലാക്കിയിട്ട് അത് ഇണ ചേർക്കാറാകുമ്പോൾ അതിനെ മെയിലിനെ ചേർക്കുകയാണ് ഇവിടെ പതിവ്. അല്ലാതെ തന്നെ അതിനകത്ത് ഈ നല്ല പെൺപന്നിയും നല്ല ആൺപന്നിയും തിരഞ്ഞെടുക്കുന്നൊരു പതിവുണ്ട്. ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? നല്ല നീളം നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ ബ്രീഡിങ്ങിനുള്ളത് ഉപയോഗിക്കാറ്. പെൺപന്നീനെ നീളമെന്ന് വെച്ചാൽ ഒന്നുകൂടി വ്യക്തമാക്കാം. ലെങ്ത്ത് കൂടിയ പന്നികൾ നോക്കിയിട്ട്, മുലക്കാമ്പുകൾ കൂടുതലുള്ളത് നോക്കിയിട്ട് നിർത്തും. അപ്പോൾ അതിന് വല്ല പ്രത്യേക ആഹാരം വല്ലതും കൊടുക്കാം? ഇല്ല, സാധാരണ ആഹാരം തന്നെയാണ് അതിനും കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പം സന്തോഷ് വിവാഹിതനായതിനു ശേഷം വീട്ടിൽ ഭാര്യയും ഒക്കെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു സഹകരണം എങ്ങനെ? ഭാര്യ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം. ഭാര്യ എല്ലാത്തിനും നല്ല സഹകരണമാണ് എൻ്റെ കൂടെ. അവർ പൂർണ്ണ സഹകരണമാണ്. ഇവിടെ ജോലിക്കാരില്ലാത്ത സമയത്ത് ഞാൻ ഭാര്യനെയാണ് കൊണ്ടുവരിക ഇവിടുത്തെ ജോലികൾ ചെയ്യാനായിട്ട്, തീർക്കാനായിട്ട്. ജിഷേ എന്താ പറയുന്നു? അതെ, ഞാനും വരാറുണ്ട് ഇവിടെ. ആളുടെ കൂടെ പണിക്കാരൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് എല്ലാതും കഴിഞ്ഞിട്ടാണ് പോവുക. ജിഷ ഈ പന്നിയുടെ പരിപാലനവും അതുമൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാറുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് എല്ലാ കാര്യങ്ങളിലും എനിക്കറിയാം. ആളെ പോലെ തന്നെ ആളുടെ എല്ലായ്പ്പോഴും കൊണ്ടുവരുന്ന കാരണം ഇതിനെ പറ്റി എനിക്കും നന്നായിട്ട് ഒക്കെ അറിയാം. അതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പന്നികൾക്കൊക്കെ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഈ തീറ്റ ശേഖരിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ തൃശ്ശൂർ ഹോട്ടലിൽ നിന്നാണ് എടുക്കുന്നത് വേസ്റ്റ്. അവിടെ രാത്രിയാണ് നമ്മൾ വേസ്റ്റ് ശേഖരിച്ച് കൊണ്ടുവരുന്നത്. 3-4 പേര് പോയി കൊണ്ടുവന്ന് രാത്രി തന്നെ അത് ഇട്ട് കൊടുക്കും. അപ്പോൾ രാവിലെ കൂട് ക്ലീൻ ചെയ്യുക വേണ്ടോ. ഈ രാത്രി ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? രാത്രി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്ക ശല്യം അങ്ങനെയൊക്കെ കുറയും. മാത്രമല്ല ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്തൊരു സമയമല്ലേ, അത് അങ്ങനെ രാവിലെ തന്നെ ക്ലീൻ ആക്കുകയും ചെയ്യും. ഈ ഹോട്ടൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ? അല്ല, കോഴി വേസ്റ്റ് ഉണ്ട്. നമ്മൾ ടൗണിലത്തെ കോഴിക്കടകളിൽ നിന്ന് കോഴി വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് അവർക്ക് തന്നെ വലിയൊരു ഉപകാരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റ് നമ്മളാരും കൊണ്ടുവന്നില്ലെങ്കിൽ അവരിത് എന്ത് ചെയ്യും? അവർ സ്വാഭാവികമായിട്ട് ഇത് തെരുവിലേക്കൊക്കെ വലിച്ചെറിയുക, അല്ലെ എവിടെയെങ്കിലും കുഴിച്ചു കൂടും അല്ലേ? തെരുവിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മൾ കാണുന്നില്ലേ എന്തൊക്കെയാണ് ഉണ്ടാവണേന്നുള്ളത്. ഞങ്ങൾ കൊണ്ടുവരുന്നത് മൂലം എത്രയോ ആൾക്കാർക്ക് ഇത് പ്രയോജനകരം. റോഡ് മാലിന്യം വിമുക്താവും. അതേപോലെ തന്നെ ഹോട്ടലിലത്തെ മാലിന്യം അത് ചീഞ്ഞഴുകി വൃത്തികേടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിരോധമാണ്. ഇവർ നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഇവർ ചേട്ടനെയും ആയിട്ടാണ് വേസ്റ്റ് എടുക്കാനൊക്കെ പോവാറ്. അപ്പോൾ ഓരോ ദിവസം വന്ന് പറയുമ്പോൾ നമുക്ക് വിഷമാവും. അവർ ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങൾ അതുപോലത്തെ വേസ്റ്റാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നിട്ട് പറയും. ഭയങ്കര അവജ്ഞയോട് കൂടിയിട്ടാണ് എല്ലാവരും നോക്കാറും ചെയ്യാറും. നമ്മൾ ഒരുപാട് അതിൻ്റെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം തീരെ ഒന്നിനും കൊള്ളാത്തവർ എന്നുള്ളൊരു നിലപാടിലാണ് എല്ലാവരും, സമൂഹം തന്നെ നമ്മളെ കാണാം. അപ്പോൾ അങ്ങനെയെല്ലാം തെളിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അങ്ങനെയല്ല എന്നുള്ളത് തെളിയിക്കണം. അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇന്നിപ്പോൾ നമുക്ക് പണിക്കാർ ഇപ്പോൾ 2 പേരുണ്ട്. അതില്ലാത്തപ്പോൾ നമ്മൾ തന്നെയാണ് അതിന് മുൻകൂട്ടി ഇറങ്ങിയത്. ഇതൊക്കെ ആ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു പറമ്പിൽ വരുന്ന ഇപ്പം പന്നി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മാലിന്യം പന്നി കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പന്നി കൂടിൻ്റെതായ ചില വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ, ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്? അങ്ങനെ തെളിയിക്കേണ്ട ആളുകളെന്ന നിലയിൽ പന്നി ഇപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇതിലത്തെ വേസ്റ്റ് പോകുമ്പോൾ കാട്ടം ഒരു കുഴിയിൽ വന്ന് പ്രത്യേകമായിട്ട് വന്ന് കെടുക്കും. അതിൽ നമ്മൾ കോരിയിട്ട് വളം ആവശ്യക്കാരുണ്ട് അവർക്ക്. ഇത് മുല്ലപ്പൂവിന് ഏറ്റവും യോജിച്ച വളമാണത്. മുല്ലപ്പൂവിന് ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇടണ്ടെന്ന് പറയാം. അത്രയ്ക്കും ഇതുള്ള ഉപകാരമാണ്. അത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ഇത് നമ്മൾ പൈസ വണ്ടിക്കുള്ള പൈസ കൊടുക്കും. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അപ്പം പിന്നെ നമ്മുടെ പറമ്പിൽ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ജിഷയുടെ ഇവിടെ വന്നിട്ട് ഇത് വണ്ടിക്കൂലിക്കുള്ള പൈസ വാങ്ങിച്ച് ഇത് കൊണ്ടുപോകാൻ പറ്റും?
ഉറപ്പാണോ? ആര് വന്നാലും നമ്മൾ വണ്ടി കൂലിക്കുള്ള പൈസ ഇവിടെ നിന്ന് കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ വണ്ടിയായിട്ട് വരും. നമ്മൾ ചെയ്യണ കാര്യമാണ്, ചെയ്തിട്ടുള്ളതാണ്, ഇനിയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ പന്നിയുടെ ദുർഗന്ധം ഒരു സൗരഭ്യമായി മാറുവാണ്, മുല്ലപ്പൂവായി മാറുവാണ് അല്ലേ? മുല്ലപ്പൂവ് ഇഷ്ടം പോലെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നവർക്ക് ഇനി വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മൾ അതിനുള്ള എല്ലാതും ചെയ്തു കൊടുക്കും. മറ്റൊന്നെന്താ, ഇങ്ങനെ വളമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ പുറത്ത് കൊണ്ടുവരും. യന്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതൊക്കെ വാരിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ തിരിക്കും. ഈ വെള്ളം കൂടുതലാണ് നമ്മുടെ പറമ്പിൽ തിരിച്ച് ഫുൾ തെങ്ങാണ് നമ്മുടെ പറമ്പ്. തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ വളമാക്കി വെള്ളം തിരിച്ചു വിട്ട് ഒക്കെ ചെയ്ത് ഉപയോഗിക്കും. ഈ പന്നിക്കുഞ്ഞുങ്ങളുടെ ഒരു വിൽപ്പന ചുമതലയുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷിൻ്റെ പക്കലായിരിക്കും അല്ലേ? അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം കൂടുതൽ എടുക്കുന്നവരാ, സന്തോഷമാണോ ജിഷയാണോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കുള്ളതല്ലാതെ ഞങ്ങൾക്ക് തന്നെയാണെന്ന് പറയാറ്. തുല്യമായി പങ്കുവയ്ക്കും. അങ്ങനെ ഒരാൾക്കൊന്നൊന്നുമില്ല. ഉണ്ടെങ്കിൽ എല്ലാവർക്കും. അത് അമ്മയുണ്ട്, ആർക്കും ഇന്നവർക്കൊന്നൊന്നുമില്ല, എല്ലാവർക്കും. അമ്മ, ഞങ്ങൾ 2 മക്കളും അടങ്ങിയതാണ് ഞങ്ങളുടെ വീട്. അമ്മേൻ്റെ വീട്ടിലെ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക വരുമാനം ഈ പന്നി ഒരു സ്രോതസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? അങ്ങനെ സമ്മതിക്കാനൊന്നും പറ്റില്ല. കാരണം കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അതിനുള്ളത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ നമ്മുടെ യജ്ഞത്തിന് എവിടെയായാലും ഒരു പണിക്കുള്ള കൂലി കിട്ടുമെന്ന് പറയില്ല. അത് ഈ പണിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സന്തോഷത്തോടെ ചോദിക്കാം. സന്തോഷം, ഇപ്പോൾ എത്ര തെങ്ങുണ്ട്? ഒരു 100-ൽ മുകളിൽ തെങ്ങുണ്ട്. എത്ര കമുകുണ്ട്? 150ഓളം കവുങ്ങുണ്ട്. ഈ തെങ്ങിൻ്റെ കമുകിൻ്റെയൊക്കെ ഒരു ആദായം ഈ വളമൊക്കെ ഇടുന്നതുകൊണ്ട് വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിരുന്നു? വർദ്ധിക്കുന്നുണ്ട്. എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് തോന്നുന്നു? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചറിയില്ല, നല്ല വർധന തന്നെയാണ് ഇതുള്ളത് കൊണ്ട്. ഇപ്പോൾ ഈ പന്നി വളർത്തലിൽ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നമുക്ക് കിട്ടുന്നൊരു ആദായവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ആദായം കിട്ടുന്നത് പന്നി വളർത്തുന്നത്? പന്നി കുഞ്ഞുങ്ങൾ ആദായമാണ്. പന്നി വളർത്തി വലുതാക്കി വിൽക്കുന്നവർക്കും അത് ആദായമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതിവർഷം എത്ര കുഞ്ഞുങ്ങളാണ് നമ്മൾ വയ്ക്കും? പ്രതിവർഷം ഇവിടെ ഒരു 200-300 കുഞ്ഞുങ്ങൾ തന്നെ വിൽക്കുന്നുണ്ട്. ആരാണ് ഈ പന്നിക്കുഞ്ഞുങ്ങളുടെ ആവശ്യക്കാർ? ഈ പന്നി വളർത്താൻ ആളുകൾ തന്നെയാണ് ഇത് വന്ന് വാങ്ങാറ്, കർഷകർ. ഇതിപ്പോൾ പന്നിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പത്രത്തിൽ വല്ല പരസ്യം കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല, ഇവിടെ ആവശ്യക്കാർ സ്ഥിരമായിട്ടും ഉണ്ട്, ഇവിടെ വന്ന് വാങ്ങാനായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അവരെ ഏത് തരത്തിലാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്? നല്ല കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഇവിടെ 50 ദിവസം കഴിഞ്ഞാൽ തള്ളപ്പന്നിയിൽ നിന്നും മാറ്റിയിട്ടിട്ട് 10-15 ദിവസം ഇവിടെ ഞങ്ങൾ ഫീഡ് കൊടുത്ത് എല്ലാ കേടുപാടുകളും തീർത്തതിന് ശേഷം കർഷകർക്ക് കൊടുക്കുന്നു. നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിചരണം, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇരുമ്പുസത്തിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാറുണ്ട്, അത് നിങ്ങൾ ചെയ്യാറുണ്ട്? പ്രസവിച്ച് 3-ാം ദിവസം ഇരുമ്പുസത്തിൻ്റെ ഇഞ്ചക്ഷൻ നൽകും നമ്മൾ. മറ്റേ വിരമരുന്ന് 1 മാസത്തിന് ശേഷം കൊടുക്കും. ഇതെല്ലാം നൽകിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. എല്ലാ വാക്സിനുകളും ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുക കർഷകന്. ആളുകൾക്ക് ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടോ? മതിപ്പുണ്ട്. കൊണ്ടുപോയി വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ മറ്റെന്താണ് വരുമാനം? വേറെ വരുമാനങ്ങളൊന്നുമില്ല, ഈ ഫാം മാത്രമാണ് ഇപ്പോൾ ഉള്ള വരുമാനം. അതല്ല, പന്നിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന കൂടാതെ പന്നി ഇറച്ചിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കച്ചവടമുണ്ടോ? ഇറച്ചി പന്നികളെ കൊടുക്കുന്നു കച്ചവടക്കാർക്ക്. മറ്റുള്ളത് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകും കർഷകർ. എങ്ങനെയാണ് ഈ പന്നി കുഞ്ഞുങ്ങളുടെ വില, എങ്ങനെയാണ് പന്നി ഇറച്ചിയുടെ വില? പന്നി കിലോയ്ക്ക് 110, ഒരു കുഞ്ഞിന് 3500 2 മാസം കഴിഞ്ഞതിന്. അങ്ങനെയായിട്ടാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയാൽ വരാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി എന്താ? ജനങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ജനങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ ഇത് ഒരു ആളുകൾക്കൊരു ഒരു പ്രത്യേക തരത്തിലാണ് ഇത് കാണുന്നത് തന്നെ. ഇത് വളർത്തു മലിനമാക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ്. ആർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നത് പന്നി ഫാമിനെതിരെ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ വളരെ വിശാലമായൊരു പറമ്പ്, മൊത്തവും കമുകും തെങ്ങുകളും, അതോടൊപ്പം തന്നെ വിവിധ ഫലവൃക്ഷങ്ങൾ, മാത്രമല്ല ആർക്കും ശല്യമില്ലാതെ വളരെ വൃത്തിയും വെടിപ്പുമുള്ളൊരു സാഹചര്യത്തിൽ പന്നിയെ വളർത്തുന്നതായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഇതുവരെ ഇല്ല, ആരും പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഉദ്യോഗസ്ഥന്മാർ വന്നാലും ഒന്നും പറയാതെ തന്നെയാണ് പോകാറ്. അവർ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരും പോകാറ്. പിന്നെ നേരത്തെ ജിഷ സൂചിപ്പിച്ചതുപോലെ വളമെല്ലാം പ്രത്യേകമായി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഓരോരോ കുഴികളിൽ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റു മാലിന്യങ്ങളും വെള്ളവും എല്ലാം ഒഴുകിപ്പോകാനായിട്ട് പ്രത്യേക ടണൽ, അതെല്ലാം കൃത്യമായി കൃഷിയിടങ്ങളിലേക്ക് അരിച്ചാണ് എത്തിക്കുന്നത്.
അതെ, അത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാം ഒന്ന് വികസിപ്പിക്കണം എന്നാഗ്രഹിച്ചാൽ ഇനി എന്തായിരിക്കും സന്തോഷ് ചെയ്യാൻ പോകുന്നത്? ഫാം വികസിപ്പിക്കണം എന്ന് വെച്ചാൽ ഷെഡുകൾ പുതിയത് പണിയണം, പന്നി എണ്ണം കൂട്ടണം. അത് കൂട്ടാനും ഭയമാണ്. എന്തിനു ഭയക്കണം? അല്ല, ഇനിയും കൂടുന്തോറും ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നാലോചിച്ചിട്ട്, പിന്നെ ജനവാസം കൂടി വരികയാണ് സമീപത്ത്. അതുകൊണ്ട് എത്ര നാൾ ഇതുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പോൾ എത്ര നാളായി? 15 വർഷത്തിന് മുകളിലായി. 15 വർഷക്കാലം മുഴുവൻ പന്നികൾ തരുന്ന ആദായമായിരുന്നു താങ്കളുടെ മുഖ്യ വരുമാനം? അതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പലചരക്ക് സ്റ്റേഷനറി കടയുണ്ടായിരുന്നു, അച്ഛനായിട്ട് നടത്തിയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അത് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. ഇതും കടയും കൂടിയിട്ട് കട പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും പന്നി ഫാമിലേക്ക് ഇതാണ് വന്നത്. ജിഷയുടെ അഭിപ്രായം കൂടെ കേൾക്കാം ആ കാര്യത്തിൽ. ജിഷേ, വിവാഹം കഴിഞ്ഞിട്ട് എത്ര ആളായി? 13 വർഷം. ഈ 13 വർഷത്തെ അനുഭവത്തിൽ ഈ പന്നി വളർത്തൽ രംഗത്ത് ജിഷ സജീവമായിട്ടുണ്ട്. ജിഷ പഠിച്ചൊരു പാഠം എന്താ? ഞാൻ സജീവമായിട്ട് ഒരു 10 വർഷം അതിൻ്റെ ഉള്ളൂ. എങ്കിൽ ആ 10 വർഷം കൊണ്ടൊരു പാഠം പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പന്നി വളർത്തലിൽ നിന്ന്. പന്നി വളർത്തലിനെ കുറിച്ച് അത്യാവശ്യമൊക്കെ അറിയാം. എന്താ ഈ പന്നി വളർത്തലുകാർ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താ? ഇപ്പം നാളെ ഒരാൾ വന്ന് ഒരു നല്ല പന്നി ഫാം തുടങ്ങാനായിട്ട് ജിഷയുടെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചാൽ ജിഷ എന്തായിരിക്കും പറയും? കൂടുതലും കറക്റ്റ് വൃത്തിയായിട്ട് ഫാം പരിസരം സൂക്ഷിക്കണം. അത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത വിധത്തിൽ വേസ്റ്റായാലും അതിൻ്റെ പന്നിയുടെ വേസ്റ്റായാലും പന്നിക്കുള്ള തീറ്റയായാലും നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കുക, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ ആരും പ്രത്യേകിച്ച് ഒന്നും കുറ്റം പറയില്ല എന്ന് തോന്നുന്നു. ജിഷ ഈ യഥാർത്ഥത്തിൽ പന്നികളോടൊരു ഇപ്പോൾ ഒരു ഇത്രയും പന്നികളൊക്കെ ഉള്ളതുകൊണ്ട് അത് വലിയൊരു സർവീസ് ചെയ്യുന്നതാണല്ലോ ജിഷ പറയുന്നത്. ഈ നാട്ടിൽ ഇങ്ങനെ പന്നി വളർത്തുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? നാട്ടിൽ പന്നി വളർത്തുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ ദിവസേന കാണാം, എല്ലാ സ്ഥലത്തും നഗരത്തിലിറങ്ങിയ മാലിന്യമാണ്. ഓടകളിൽ വെള്ളം വീഴണു, അത് ഹോസ്പിറ്റലിലത്തെ വേസ്റ്റ് ഇതൊക്കെ. ഇവിടെ നിന്ന് നമ്മൾ ഹോട്ടലിലത്തെ വേസ്റ്റ് എടുക്കായാലും കോഴി വേസ്റ്റ് എടുക്കായാലും ഒരു പരിധി വരെ മാലിന്യം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഫാമുകാരെ കൊണ്ട് പറ്റുന്നുണ്ട്. അതാരും മനസ്സിലാക്കണില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നഗരത്തിലത്തെ വേസ്റ്റ് കംപ്ലീറ്റ് ഈ പന്നികളാണ് തിന്നു പോണത്. അതുമൂലം വളരെയധികം രോഗങ്ങൾ കുറയും. അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയണില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ ജിഷ എടുത്ത് വന്നാൽ ജിഷ എല്ലാ സഹായം ചെയ്തു കൊടുക്കും. പന്നീരെ എനിക്കറിയാവുന്ന എല്ലാ സഹായവും ഞങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്, പറയാറുണ്ട്, ചെയ്തു കൊടുത്തിട്ട്. ഇവിടെ ഫാം സന്ദർശിക്കാൻ ആളുകളൊക്കെ വരാറുണ്ട്. അവർക്ക് ഉപദേശങ്ങളായി കൊടുക്കാറുണ്ട്. നമുക്കറിയണ പോലെ എല്ലാ ഉപദേശവും നമ്മൾ കൊടുക്കാറുണ്ട്. സന്തോഷം സംബന്ധിച്ചിടത്തോളം ഈ ഫാം വലുതാക്കാൻ വലിയ പേടിയുണ്ട്. പക്ഷേ ജിഷയ്ക്ക് ആ പേടിയില്ലെന്ന് തോന്നുന്നു. ഫാം വലുതാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ ഉള്ളോ, സ്ഥലം നന്നായി വേണം. ഉള്ള സ്ഥലത്ത് തന്നെ ഇപ്പം അത്യാവശ്യം ആയിണ്ടല്ലോ. ഇനി സ്ഥല പരിമിതി മൂലമാണ് എനിക്ക് എടുക്കണത്. നാട്ടുകാരെ പേടിയുണ്ടോ? അത്യാവശ്യം പേടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പരിപാടി പങ്കെടുക്കുന്നുണ്ട് പറയാം. യഥാർത്ഥത്തിൽ പേടിയുണ്ടോ? യഥാർത്ഥത്തിൽ പേടിയുണ്ട്. ഈസ്റ്റർ ആഘോഷത്തിനുള്ള സമയമായി. ഈ സൂകരവൃന്ദങ്ങൾ ഈ പരുവത്തിൽ നമ്മുടെ തീന്മേശയിൽ എങ്ങനെ എത്തുന്നുവെന്ന് ശ്രീമതി നിഷ തന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്. അതിലേക്ക് വേണ്ടത് 1 കിലോ പോർക്ക് ഇറച്ചി പുഴുങ്ങി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി അരിഞ്ഞ് വെച്ചതാണ്. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി അത് അരച്ച് വെച്ചിട്ടുള്ളതാണിത്. മിക്സിയിൽ അരയ്ക്കുക, അതിൻ്റെ പേസ്റ്റാണ് ഈ കാണുന്നത്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്തു, അരിപ്പൊടി ആഡ് ചെയ്യാം 2 സ്പൂൺ, കുരുമുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു 2 ടീസ്പൂണ് സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് 2 ടീസ്പൂൺ, സോയാ സോസ് 1 സ്പൂൺ, ഒരു കോഴിമുട്ട, ഇത്രയായി എല്ലാം ആഡ് ചെയ്യും.
ഇതെല്ലാം ആഡ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിലേക്ക് ഈ പുഴുങ്ങി മുറിച്ച് വെച്ച പോർക്ക് ചേർക്കാം. കൽപ്പവൃക്ഷങ്ങളുടെയും കമുകുകളുടെയും വിശാലമായ കൃഷിയിടത്തിന് നടുവിൽ 100ഓളം സുഗരവൃന്ദവുമായി മനോഹരമായ ഒരു പന്നി ഫാം. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും ഭക്ഷ്യഭദ്രതയുടെയും കാര്യത്തിൽ കേരളത്തിന് ഒരു മാർഗ്ഗദീപമായിരിക്കും ജിഷയുടെയും സന്തോഷിൻ്റെയും ഈ സംരംഭം. അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം. ഒപ്പം മറ്റൊരു കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓയിൽ പാം ഇന്ത്യ നെല്ല് സംഭരിക്കും. കല്ലുമക്കായ വിളവെടുപ്പ് നേരത്തെ നടത്തണം. സവാള കൃഷിക്ക് കേരളത്തിൽ സാധ്യത. കുട്ടനാട് മേഖലയിലെ കർഷകരിൽ നിന്നും കിലോയ്ക്ക് 19 രൂപ നിരക്കിൽ നെല്ല് സംഭരിക്കാൻ ഓയിൽ പാം ഇന്ത്യയുടെ പ്രത്യേക പദ്ധതി. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിൽ നിന്നും കുട്ടനാട് റൈസ് എന്ന പേരിൽ അരി വിപണിയിൽ എത്തിക്കും. 12,000 ടൺ നെല്ല് അരിയാക്കി മാറ്റാനുള്ള മില്ലിന്റെ സജ്ജീകരണം പൂർത്തീകരിച്ചു. ഓയിൽ പാം ഇന്ത്യയ്ക്ക് നെല്ല് നൽകാൻ താൽപ്പര്യമുള്ള കർഷകർ കോട്ടയം ജില്ലയിലെ ഓയിൽ പാം ഇന്ത്യയുടെ ഓഫീസുമായി ബന്ധപ്പെടണം. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ശൈത്യ മേഖലയിൽ മാത്രം കൃഷി ചെയ്യുന്ന സവാള കേരളത്തിലും വിളയിക്കാമെന്ന് കണ്ടെത്തി. കഴിഞ്ഞ 2 വർഷങ്ങളായി ഡോക്ടർ ജലജ എസ് മേനോൻ നടത്തിയ പരീക്ഷണങ്ങളാണ് കേരളത്തിന് യോജിച്ച സവാള ഇനങ്ങൾ തിരിച്ചറിയാനിടയാക്കിയത്. സവാള കൃഷിയിൽ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പരിശീലനം നൽകുന്നുണ്ട്. ഡിസംബർ ജാനുവരിയാണ് സവാള വിളവിറക്കാൻ അനുയോജ്യമായ സമയം. ഗ്രോ ബാഗുകളിലും സവാള വളർത്താം. അടുത്ത വർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സവാള കൃഷി വ്യാപിപ്പിക്കാനാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ലക്ഷ്യം. സവാള കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 023 7005 കൂൺ കൃഷി, കൂൺ വിത്ത് ഉൽപാദനം എന്നിവയിൽ 2014 ഏപ്രിൽ 22 മുതൽ 26 വരെ വെള്ളനാട് മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0472 288 കനത്ത വേനൽ തുടരുന്നതിനാൽ കല്ലുമക്കായ കൃഷിയിൽ വിളനഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ വിളവെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്ന് സംസ്ഥാന മത്സ്യവകുപ്പ് അറിയിക്കുന്നു. വേനൽ മഴ പ്രതീക്ഷിച്ച് കർഷകർ വിളവെടുക്കാതിരിക്കുന്നത് കല്ലുമക്കായ കൃഷിയിൽ കൂടുതൽ നഷ്ടം വരുത്തിയേക്കുമെന്നും മത്സ്യവകുപ്പ് അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2308295 9447 332404.
കാർഷിക സർവകലാശാലയുടെ പടന്നക്കാട് കാർഷിക കോളേജിൽ നീലം, ബംഗ്ലോറ, അൽഫോൻസ, പ്രിയൂർ, മുണ്ടപ്പ, ബങ്കനപ്പള്ളി, കാലാപ്പാടി തുടങ്ങി വിവിധ മാവിനങ്ങളുടെ ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. വൈവിധ്യമാർന്ന മാവിനങ്ങളുടെ വിപുലമായ തോട്ടമാണ് പടന്നക്കാടുള്ളത്. നെൽവിത്തിനങ്ങൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, കായീച്ചക്കിണികൾ എന്നിവയും പടന്നക്കാട് കാർഷിക കോളേജിലെ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. ഫോൺ നമ്പർ 0467-228-2737. ഇടുക്കി ശാന്തൻപാറ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നെൽകൃഷിക്കായുള്ള യന്ത്രങ്ങളുടെ സേവനം നൽകുന്നു. ടില്ലർ, പവർ ടില്ലർ, ഞാറുനടിയിൽ യന്ത്രം, സ്പ്രേയറുകൾ, വീഡർ, കൊയ്ത്തുയന്ത്രം, മെതിയന്ത്രം തുടങ്ങിയ യന്ത്രങ്ങളുടെ സേവനം ഇടുക്കി ജില്ലയിലെ നെൽ കർഷകർക്ക് ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486-247-5441. പ്രിയങ്ക, ധനശ്രീ, സുലഭ, അനഘ, അക്ഷയ, രാഘവ് എന്നീ പുതിയ ഇനം കശുമാവിൻ തൈകൾ ആനക്കയം, മാടക്കത്തറ എന്നീ കശുമാവ് ഗവേഷണ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. കശുമാവിൻ തൈകൾ ആവശ്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486-256-4739, 0487-237-0339. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,500, വെളിച്ചെണ്ണ കോഴിക്കോട് 15,000, വെളിച്ചെണ്ണ തൃശൂർ 14,750, കൊപ്ര കൊച്ചി 10,400, കൊപ്ര കോഴിക്കോട് 10,100, കൊപ്ര തൃശൂർ 10,130, കുരുമുളക് അൺഗാർബിൾഡ് 59,500, കുരുമുളക് ഗാർബിൾഡ് 61,500, ചുക്ക് മീഡിയം 32,000, ചുക്ക് ബെസ്റ്റ് 34,000, മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,500, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,900, റബ്ബർ RSS 4 ഗ്രേഡ് 14,500, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,950, റബ്ബർ RSS 4 ഗ്രേഡ് 14,500. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,500, ഏപ്രിൽ അവധി 13,300, മെയ് അവധി 13,270, ജൂൺ അവധി 12,650, ജൂലൈ അവധി 12,465, കൊപ്ര 10,400, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 59,500, കുരുമുളക് ഗാർബിൾഡ് 61,500, ചുക്ക് മീഡിയം 32,000, ചുക്ക് ബെസ്റ്റ് 34,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350-നും 400-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 600-നും 640-നും മധ്യേ, ജാതിപത്രി 800-നും 850-നും മധ്യേ, ഗ്രാമ്പു 950-നും 1,095-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,900, റബ്ബർ RSS 4 ഗ്രേഡ് 14,500, ഒട്ടുപാൽ 10,300, ലാറ്റക്സ് 11,000. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഉയർന്നെങ്കിലും എണ്ണയാട്ടി വ്യവസായികൾക്ക് കാര്യമായി കൊപ്ര കണ്ടെത്താനായില്ല. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില 14,600-ലേക്ക് ഉയർന്നത് ദക്ഷിണേന്ത്യൻ കർഷകർക്ക് നേട്ടമാവും. കൊച്ചിയിൽ വെളിച്ചെണ്ണ 100 രൂപയുടെ മികവുമായി റെക്കോർഡായ 14,500 രൂപയായും കൊപ്ര 10,400 രൂപയായും കയറി. ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നു. മുഖ്യ വിപണിയിൽ പുതിയ ചുക്കിന് കടുത്ത ക്ഷാമം. ഉൽപ്പന്നം സ്വന്തമാക്കാൻ ഇടപാടുകാർ മത്സരിച്ചതോടെ മികച്ച ഇനം ചുക്കുവില കിലോയ്ക്ക് 350 രൂപയായി ഉയർന്നു. ടയർ കമ്പനികൾ പ്രമുഖ റബ്ബർ മാർക്കറ്റുകളിൽ താൽപര്യം കാണിച്ചെങ്കിലും ഷീറ്റ് വിലയിൽ കാര്യമായ വ്യതിയാനമില്ല. 4-ാം ഗ്രേഡ് കിലോ 145-ലും 5-ാം ഗ്രേഡ് 139-ലും വിപണനം നടന്നു. കുരുമുളക് മികവ് നിലനിർത്തി. കൊച്ചിയിൽ മികച്ച ഇനം കുരുമുളക് കിലോ 620 രൂപയായി ഉയർന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 26.6. കൊച്ചി 34.2, 26.4. ആലപ്പുഴ 33.1, 26.4. പുനലൂർ 38, 22.5. തിരുവനന്തപുരം 33.2, 25.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.